ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. 4 മണിക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ പലഹാരമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് എണ്ണയൊന്നും ആവശ്യമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. റവയും മുട്ടയും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നമുക്കുണ്ടാക്കാം. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് കണക്ക് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉണ്ടാക്കുന്ന റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയാണിത്, വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ വെള്ളവും റവയെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതേപോലെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്തെ വെള്ളമൊക്കെ ഈ റവ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ഇതേപോലെ നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു 3 പുഴുങ്ങിയ കോഴിമുട്ട വേണം. അത് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പലഹാരത്തിൽ ഈ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 1 ഇട്ടിട്ടുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടാനായിട്ട് അനുവദിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇളക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ കൊടുത്തിട്ടുണ്ട്, സവാള പെട്ടെന്നൊന്ന് വാടി വരാനായിട്ട്. ഇതേപോലെ ഒന്ന് നന്നായിട്ട് സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. സവാള നന്നായിട്ടങ്ങ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വലിയ ക്യാരറ്റ് ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഹെൽത്തി പലഹാരമാണിത് കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം എണ്ണയൊന്നും ചേർക്കാത്ത പലഹാരം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാലയോ ചേർക്കാം. എന്നിട്ട് പൊടികളൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് പുഴുങ്ങിയ പൊട്ടറ്റോ ആണ്, നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഴിമുട്ട ഒരു 2 എടുത്താലും മതി കേട്ടോ. ഇത് കുറച്ച് ഫില്ലിങ് എനിക്ക് ബാക്കി വന്നായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 കോഴിമുട്ട എടുത്താലും മതി. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഒരു ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന റവയുടെ മാവുണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ ബൗൾസാക്കി എടുക്കാം. അത്യാവശ്യം വലിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മാവിന് ഒരു 6 ഉരുളകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ കൊഴുക്കട്ടയ്ക്കകത്തൊക്കെ അകത്ത് ഫില്ലിങ് വെക്കുന്നത് പോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അധികമായി കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് പോകും. എന്നിട്ട് അതിൻ്റെ അരികുവശം ചേർത്ത് നന്നായിട്ടിങ്ങനെ ചേർത്ത് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഉരുളകളാക്കി എടുക്കാം. കൈ ഒന്ന് നനച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ എളുപ്പമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തടവിയാലും മതി, പക്ഷേ കൈ നനച്ചാൽ മതി, നന്നായിട്ട് ഉരുണ്ട് കിട്ടും. കണ്ടോ, ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം. ഇനി നമുക്ക് ഒരു ഇഡലി ചെമ്പ് വെക്കുക. അതിലേക്ക് ഞാൻ ഇതേപോലെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഉരുളകൾ ഇതിലേക്കിട്ട്
ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കൊള്ളിക്കുക. കാര്യം ഈ മാവും ഇതിനകത്തെ ഫില്ലിങ്ങും എല്ലാം വെന്തതാണ്. പിന്നെ ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 തൊട്ട് 10 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ടൊന്ന് ആവി കൊള്ളിക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. കാര്യം ഇതിലധികം എരിവുകളോ അല്ലെങ്കിൽ അധികം എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ പലഹാരമാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഉള്ളതുമാണ്. കണ്ടോ, അകമൊക്കെ നല്ല ഫില്ലിംഗ് ആയിട്ട് നിറഞ്ഞിരിപ്പുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.